ഹോർമുസ് കടലിടുക്ക് തങ്ങളുടേതാണെന്ന് ഉറപ്പിച്ചു പറയുന്ന വിധത്തിൽ UAE എണ്ണ ടാങ്കറിന് നേരെ മിസൈൽ ആക്രമണം നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ. ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമായിരിക്കുന്നു, ട്രംപിനെയും അമേരിക്കയെയും അവരെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളെയും വരച്ച വരയിലെത്തിക്കുക എന്നതിനപ്പുറം ഇറാന് മറ്റൊരു യുദ്ധതന്ത്രവുമില്ല. അത് വിജയിക്കുകയാണ് എന്ന്. അതേസമയം ഹോർമുസ് കടലിടുക്കിനെ സമ്മർദ്ദത്തിനും വിലപേശലിനുമായി ഇറാൻ ഉപയോഗിക്കുകയാണ് എന്നും കടൽ കൊള്ളയാണ് ഇത് എന്നുമൊക്കെയാണ് UAE വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയത്. സൗദിയും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. പക്ഷേ ആരൊക്കെ എതിരെ വന്നാലും തങ്ങൾ ഉദ്ദേശിച്ചതും മാത്രമേ ഹോർമുസിലും പശ്ചിമേഷ്യയിലും ഇനി നടക്കാൻ പാടുള്ളൂ എന്ന വലിയ വാശിയും ഉറച്ച നിലപാടും ഇറാൻ ശക്തിപ്പെടുത്തി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിൽ പുതിയ കപ്പൽപാത യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാനുമായി നടക്കുന്ന ചർച്ചകൾ കരാറിലേക്ക് എത്തുകയാണ് എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെയും തന്ത്രപരമായ ഒരു കണ്ടീഷൻ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. US ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരമടക്കം തീരുമാനിച്ച ശേഷം മാത്രമേ ഹോർമുസ് തുറക്കൂ എന്നതാണത്. ഒപ്പം ഇറാന് നേരെയുള്ള ഭീഷണികൾ അവസാനിപ്പിക്കുക, ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക, ഇറാനും അതിൻ്റെ പ്രാദേശിക സഖ്യകക്ഷികൾക്കുമെതിരായ സൈനിക നടപടികൾ സ്ഥിരമായി നിർത്തിവെക്കുക, ഇറാനെതിരെ ഉപരോധം തീർത്ത US നാവിക വ്യോമ സേനകളെ എന്നേക്കുമായി പിൻവലിക്കുക, സമീപകാല സംഘർഷത്തിനിടയിൽ ഉണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം ഇറാന് അർഹമായ നഷ്ടപരിഹാരം നൽകുക, ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം അംഗീകരിക്കാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ നിമിഷവും അമേരിക്ക നീങ്ങുന്നത്. നേരത്തെ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ അമേരിക്ക കരാർ നിലവിൽ വരുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ 4 ദിവസം കഴിഞ്ഞിട്ടും ഒരു ചുക്കും ചെയ്യാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. കരാറിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന പതിവ് പല്ലവി ട്രംപ് ഇപ്പോൾ പറയുന്നതേയില്ല. അതെല്ലാം തന്നെ കീഴടങ്ങാതെ വേറെ വഴിയില്ല എന്ന നിലയിലേക്ക് ട്രംപ് എത്തിപ്പെട്ടു എന്നതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം ഇതിലേക്ക് എത്താൻ ഗൾഫ് രാജ്യങ്ങളെ പരമാവധി സമ്മർദ്ദത്തിലാക്കാനുള്ള വഴികളും ഇറാൻ തുറക്കുന്നുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് UAE അനോക് കമ്പനിയുടെ എണ്ണക്കപ്പൽ മണിക്കൂറുകൾക്ക് മുൻപ് ഇറാൻ കൃത്യമായി ആക്രമിച്ചത്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ ഏതാണ്ട് 15ഓളം എണ്ണക്കപ്പലുകൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഒമാനും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതിന് മധ്യയാണ് ഈ ആക്രമണങ്ങളെല്ലാം നടക്കുന്നത്. UAE ഈ ചർച്ചകളിൽ ഒരു പാർട്ടിയെയല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ വിഷയങ്ങളിൽ നിന്ന് അല്പം അകലം പാലിച്ച് നിൽക്കുന്ന പാർട്ടിയാണ്. സൗദിയുമായി സ്വല്പം അകലം പാലിക്കുന്ന രാജ്യം കൂടിയാണ് UAE എന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. പക്ഷേ ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ ഹോർമുസിൽ വീണ്ടും സംഘർഷം ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിക്കുമെന്ന് പൊതുവെ നമുക്ക് കരുതാനാകില്ല. എന്നാൽ അവിടെയാണ് ഇറാൻ ഓരോ യുദ്ധതന്ത്രങ്ങളിലും അല്ലെങ്കിൽ ഓരോ യുദ്ധ നീക്കങ്ങളിലും തങ്ങളുടെ നിലപാട് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് എന്ന് വ്യക്തമാകുന്നത്. ഇറാന് അനുകൂലമായതും മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായ ഒരു ലാർജർ ഫ്രെയിംവർക്ക് പശ്ചിമേഷ്യയിലും ഹോർമുസിലും ഉണ്ടാകണം. ആ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ഭാവിയിലുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കപ്പെടണം. അതുവരെ ഏതെങ്കിലും സാഹസത്തിന് ഗൾഫ് രാജ്യങ്ങളോ അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് കരുതി UAEയോ ആരുമോ നീങ്ങരുത്. അങ്ങനെ നീങ്ങിയാൽ തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല. ഇതാണ് ഇറാൻ ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങളിലൂടെ നൽകുന്ന സന്ദേശം. അതുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതും. പ്രത്യേകിച്ച് അബുദാബി UAE ഏറ്റവും വലിയ എമിറേറ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം എണ്ണ സമ്പന്നമായ പ്രദേശമാണ്. അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ എണ്ണക്കപ്പൽ അത് ഒരു വലിയ കോർപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെയാണ്. നിരന്തരം എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണത്. ഈ സംഘർഷം ഇത്രയും രൂക്ഷമായിരിക്കുന്ന സമയത്ത് ഇറാന്റെ സമ്മതമില്ലാതെ, ഇറാൻ നിർദ്ദേശിച്ച പാതയിലൂടെ അല്ലാതെ ഹോർമുസിന്റെ തെക്ക് ഭാഗത്തുള്ള, അതായത് ഒമാൻ തീരത്തുകൂടിയുള്ള പാതയിലൂടെ സഞ്ചരിച്ച ഒരു കപ്പൽ അതാണ് ആക്രമണ വിധേയമായിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ കൃത്യമായി ചർച്ച നടത്തുമ്പോഴും തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇറാന്റെ പ്രഖ്യാപനമായി വേണം നമ്മളതിനെ കാണാൻ. അത് മറ്റൊരർത്ഥത്തിൽ കൃത്യമായ മറ്റൊരു മറുപടി കൂടിയാണ്. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് ബദലായി ചർച്ച നടക്കുമ്പോൾ തന്നെ തങ്ങളും പ്രത്യാക്രമണം നടത്താൻ മടിക്കില്ല എന്ന കൃത്യമായ ഒരു മറുപടി. അതാണ് ഇതിന് പിന്നിലെ ഇറാന്റെ കൃത്യമായ ലോജിക്ക്. ആത്യന്തികമായി ട്രംപിന്റെ അവകാശവാദങ്ങളും വെല്ലുവിളികളും പൊളിക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്.
48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായ ഒരു കരാർ സാധ്യമാകുമെന്ന് ട്രംപ് പറഞ്ഞിട്ടും അത് നടപ്പായില്ല. ഹോർമൂസ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുമെന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിട്ട് കാലം എത്രയായി? ഇപ്പോഴും അത് പ്രായോഗികമായിട്ടില്ല. ഒമാൻ തീരത്തുകൂടി അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം പുതിയ പാതയുണ്ടാക്കാനാണ് നീക്കമെങ്കിൽ അതിനനുവദിക്കില്ലെന്ന സൂചന കൂടിയാണ് ഇറാൻ ഇപ്പോഴും നൽകുന്നത്. ഇനി നോക്കൂ, ഇറാൻ എന്താണ് ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഇതിൽ നിന്നും ലോകത്തോടായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിൽ ഒന്നാമത്തെ കാര്യം, ഇറാന് വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് വസ്തുതാപരമാണ്. അതിന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ പരിഹാരം എന്നത് ഒന്നുകിൽ നഷ്ടപരിഹാരം എന്ന രൂപത്തിലാകണം, അതേക്കുറിച്ച് ധാരണകൾ ഉണ്ടാകണം. അന്തിമ ധാരണയിൽ നഷ്ടപരിഹാരത്തെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടാകണം. അത് ന്യായമായിരിക്കണം, അത് നെഗോഷിയേറ്റഡ് ആയിരിക്കണം. ആ നെഗോഷിയേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഒമാനും ഇറാനും തമ്മിൽ മാത്രമാണ് ചർച്ച. അപ്പോൾ ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന ധാരണകൾക്കനുസരിച്ചാണ് നഷ്ടപരിഹാരത്തിന്റെ തോത് നിശ്ചയിക്കേണ്ടത്. നഷ്ടപരിഹാരത്തോടൊപ്പം തന്നെ ഇറാൻ പറയുന്നത്, ഇറാൻ ഇത്രയും കാലം ഉണ്ടായ നാശനഷ്ടങ്ങൾ, അമേരിക്ക ആക്രമിച്ചത് കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ, ഉപരോധത്തിലുണ്ടായ കേടുപാടുകൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ, വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എണ്ണക്കച്ചവടത്തിൽ ഉൾപ്പെടെ ഈ നാശം പ്രകടമാണ്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് ന്യായമായ ഒരു തുക ആവശ്യമായി വരും. അത് നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ നൽകേണ്ടതില്ല. തങ്ങളത് ഫീസ് എന്ന നിലയിൽ ഈടാക്കിക്കൊള്ളാം. ഹോർമൂസ് തങ്ങളുടെ സ്വാധീന മേഖലയായി അമേരിക്ക കൂടി അംഗീകരിക്കുന്ന രീതിയിൽ ഒരു കരാർ ഉണ്ടാവുകയാണെങ്കിൽ അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് തങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുക തങ്ങൾക്ക് ഈടാക്കാം. അത് എത്രയെന്ന് ചർച്ചയിലൂടെ വേണമെങ്കിൽ തീരുമാനിക്കാം. ഒരു മൾട്ടി ലാറ്ററൽ എഗ്രിമെന്റ് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളെല്ലാം ആ ഫ്രെയിംവർക്കിന്റെ ഭാഗമായി വരികയും ഇറാനും ഒമാനും ചേർന്ന് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ നിശ്ചയിക്കപ്പെടുന്ന ഒരു തോത്, ഒരുപക്ഷെ കപ്പലിലെ ആകെ ചരക്ക് മൂല്യത്തിന്റെ നിശ്ചിത ശതമാനം ഇറാന് നൽകുക എന്നതിലേക്കായിരിക്കും എല്ലാ തീരുമാനങ്ങളും അന്തിമമായി എത്തുക. ഇറാൻ ഇപ്പോൾ പറയുന്നത് 5 മുതൽ 7% വരെയാണ്. അതൊരു പക്ഷെ വലിയൊരു തുകയായിരിക്കാം. അത് അംഗീകരിക്കപ്പെടാൻ ഒരു പക്ഷെ സാധ്യതയും കുറവായിരിക്കാം. പക്ഷേ തീരുമാനിക്കാതെ വേറെ വഴിയില്ലെന്ന നിലയിലേക്ക് സകലരെയും എത്തിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാൻ തീരത്തുകൂടി വേണം കപ്പലുകൾ പ്രവേശിക്കാൻ എന്നതാണ് പുതിയ നിബന്ധന. പുതുതായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ നിർദ്ദേശം പാലിച്ചാൽ കപ്പലുകൾക്ക് സുഗമമായി ഹോർമുസിലേക്ക് വരാം. ഒരുപക്ഷെ ഇറാൻ നാവികസേന ആ കപ്പലുകൾക്ക് അകമ്പടി നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാനും കഴിയും. നിശ്ചിത തുക ഫീസ് അല്ലെങ്കിൽ ടോളായി കൊടുത്തുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ, അതായത് തെക്കൻ പാതയിലൂടെ, കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ആക്രമണം നടക്കുന്ന പാത, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒമാൻ തീരത്തിനോട് ചേർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒമാൻ തീരം വഴി ഒമാൻ ഉൾക്കടൽ കടന്ന് വെളിയിലേക്ക് പോകുന്ന കപ്പലുകൾ, അതിനുള്ള അനുവാദം കൊടുക്കേണ്ടത് ഒമാനാണ്. അങ്ങനെ ഒമാന് ഒരു നിശ്ചിത തുക വേണമെങ്കിൽ പിരിക്കാൻ സാധിക്കും. ഒമാൻ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് 2%, 3% ഒക്കെയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ കുറച്ചുകൂടി അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒമാനും ഇറാനും തമ്മിലാണ് കരാർ. എങ്കിലും ഒമാന് ഇതിൽ മറ്റൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടിയും ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടിയും ഒരു രീതിയിൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യം കൂടിയാണ് ഒമാൻ എന്നത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒമാനെ വരുതിയിലാക്കിയാൽ ഇറാന് ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കയെയും അതുവഴി വരുതിയിൽ കൊണ്ടുവരാനും തങ്ങളുടെ നിബന്ധനകൾ പൂർണ്ണമായും അനുസരിപ്പിക്കാനും എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ടുകൂടിയാണ് ഇറാൻ ഒമാനുമായുള്ള ചർച്ചകൾക്ക് സന്നദ്ധമാകുന്നതും ആ ചർച്ച ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ തന്നെ ഹോർമൂസ് തുറക്കുകയും നിയന്ത്രിക്കുകയും ഫീസ് ഈടാക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാം. ഒപ്പം അമേരിക്ക പൂർണ്ണമായി ഇറാനുമേലുള്ള എല്ലാ പിടിയും അയക്കുന്ന നിലയിലേക്ക്, ഗൾഫ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുന്ന നിലയിലേക്ക് മറ്റൊരു നീക്കം കൂടി നടത്താം. ഇതാണ് ഇറാന്റെ ആത്യന്തികമായ പദ്ധതി. അതുകൊണ്ട് ഈ നിബന്ധനകൾ, ഇപ്പോൾ നടക്കുന്ന ചർച്ചയുടെ വിവരങ്ങളെല്ലാം ഒമാൻ അമേരിക്കയ്ക്ക് കൈമാറും എന്നുള്ളത് ഇറാന് അറിയുന്ന കാര്യമാണ്. ഇത് ഇറാനും അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചു കൊള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചുള്ളൂ, കരാർ ഞങ്ങളും നിങ്ങളും തമ്മിലാണ്. അതായത് ഒമാൻ ആരോട് വേണമെങ്കിലും ആശയവിനിമയം നടത്തിക്കൊള്ളട്ടെ, കരാർ നടപ്പാക്കുന്നത് ഒമാനും ഇറാനുമാണ്. അതിൽ ഉത്തരവാദിത്വം പറയേണ്ടത് ഒമാൻ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളുമായൊക്കെ സംസാരിച്ച് ഒമാൻ ഇറാനുമായി ഒപ്പിടുന്ന അന്തിമ കരാർ അമേരിക്കയെ കൂടി മുട്ടുകുത്തിക്കുന്ന ഒന്നായിരിക്കുമെന്ന് കൃത്യമായി ഇറാന് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക മാറ്റി നിർത്തപ്പെടുന്നു എന്നൊക്കെ തോന്നാമെങ്കിലും അമേരിക്കൻ താല്പര്യങ്ങളോ ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളോ ഒക്കെ ഈ ചർച്ചയിൽ പ്രതിനിധീകരിക്കുന്നത് ഒമാനാണ് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഒമാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് സകലരും അംഗീകരിക്കേണ്ടി വരും. അതായത് അമേരിക്കൻ തീരുമാനങ്ങളല്ല അന്തിമ കരാറായി വരേണ്ടത്, അത് ഇറാൻ അനുകൂലമായ കരാറാണ്.
അതാണ് ഇറാന്റെ നിലപാട്. അതിലേക്കാണ് ഇറാൻ സകലരെയും ഒമാൻ വഴി കൊണ്ടുപോകുന്നത്. ഗൾഫ് രാജ്യങ്ങളും അതോട് ചേർന്ന് നിന്നേ പറ്റൂ. അമേരിക്കയെ പുറത്ത് ചാടിച്ചേ പറ്റൂ. ഇറാനെ പിണക്കി അമേരിക്കയോടൊപ്പം നിന്നാൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയണം. ഇതൊക്കെയാണ് ഇറാന്റെ ഏറ്റവും പുതിയ പദ്ധതി, അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധനീക്കങ്ങൾ. ഇപ്പോൾ ഹോർമൂസിൽ വീണ്ടും സംഘർഷം വരുന്നു എന്ന് പറയാൻ സാധിക്കില്ല, കാരണം അവിടെ സമാധാനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ചില വെടികൾ പൊട്ടുന്നുണ്ട്. കപ്പലുകൾക്ക് സുഗമമായി ഓടാനുള്ള സാഹചര്യം എന്തായാലും അവിടെയില്ല. ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒമാൻ ഇറാൻ ഡീൽ പൂർത്തീകരിക്കപ്പെടണം എന്നത് തന്നെയാണ്. അതല്ലാതെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ കൊണ്ടോ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടോ ഒന്നും ഇറാൻ പത്തി താഴ്ത്തില്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക അംഗീകരിക്കണം, ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിക്കണം, ഇറാൻ ഒമാൻ കരാർ പൂർത്തീകരിക്കപ്പെടണം. അതെങ്ങനെയാണ് സാധ്യമാവുക? അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇറാൻ പറയുന്നത് അതുപോലെ തന്നെ അംഗീകരിക്കുക. ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. പയറ്റി നോക്കിയതെല്ലാം പരാജയപ്പെട്ടതിനാൽ തന്നെ കൂടുതൽ നാശങ്ങൾ ഒഴിവാക്കാൻ ഇറാൻ പറയുന്നത് കേൾക്കുന്നതാകും, അനുസരിക്കുന്നതാവും എല്ലാവർക്കും നല്ലത്. ഇതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന സിമ്പിളായ എന്നാൽ വളരെ പവർഫുള്ളായ യുദ്ധതന്ത്രം.